എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈകുന്നേരത്തെ ചായൻ്റെ കൂടിയും നോമ്പ് തുറക്കുമ്പോഴും വേണമെങ്കിൽ ഡിന്നറായൊക്കെ ഒരുപോലെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ, ഓയിലിലൊന്നും മുക്കിപ്പൊരിക്കാതെ നല്ല രുചിയോടെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3 കൂടി ഒന്നിച്ച് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂണോളം അധികം പുളിയില്ലാത്ത തൈര്, ഹാഫ് ലെമൺ പിഴിഞ്ഞ് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ എരിവില്ല മുളക് പൊടി, 1 ടീസ്പൂൺ തന്തൂരി മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ പെപ്പറിക്ക പൗഡർ ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 2 കപ്പ് മൈദയാണ് എടുത്തിന്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര, 3/4 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1 ടേബിൾ സ്പൂണിലും കുറവായിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഈസ്റ്റ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാതെ നല്ല കട്ട തൈര്, 1 ടേബിൾ സ്പൂണോളം ഓയിൽ, 1 കപ്പ് ചെറു ചൂടുള്ള പാൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. പാൽ ഒന്നിച്ചങ്ങ് ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. പാലില്ലെങ്കിൽ ചെറു ചൂടുള്ള വെള്ളം ചേർത്തിട്ടും ഇത് കുഴച്ചെടുക്കാം. പാലാണ് കുറച്ചും കൂടെ കൂടുതൽ സോഫ്റ്റ് ഉണ്ടാവുക. പിന്നെ നമ്മൾ സാധാരണ ഇതിൽ പാലോ വെള്ളമോ ചേർത്തിട്ട് കുഴക്കുന്നത്ര ആവശ്യം വരില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൈര് ചേർക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് എല്ലാം കൂടി നന്നായിട്ട് കുഴച്ച് ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് അല്പം ഓയിൽ ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. 1 കപ്പ് പാലെടുത്തതിൽ എനിക്കിതാ ഇത്രയേ പാല് ആവശ്യം വന്നിട്ടുള്ളൂ. 1/2 കപ്പ് പാലേ ആവശ്യം വന്നിട്ടുള്ളൂ. അത് തൈര് ചേർത്തത് കൊണ്ടാണ്. ഇനി ഇത് അടച്ചിട്ട് പൊങ്ങി ഡബിൾ സൈസായി വരാനായിട്ട് മാറ്റി വെക്കാം. ഓരോ സ്ഥലത്തെ കാലാവസ്ഥക്കനുസരിച്ചിട്ട് പൊങ്ങുന്ന ടൈമിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് 1 മണിക്കൂറിനുള്ളിൽ തന്നെ പൊങ്ങി വരും. തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ 1.5-2 മണിക്കൂറൊക്കെ ആവും പൊങ്ങി കിട്ടാൻ. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂറെല്ലാം ആയിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഓയിൽ ഒഴിച്ചത് കൊണ്ട് തന്നെ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കാണ്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 5-6 മിനിറ്റോളം അടച്ച് വെക്കുക. ചിക്കൻ നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 6-7 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ ചിക്കനിൽ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ച് വെക്കുന്നില്ല. തുറന്ന് വെച്ചിട്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് മിക്സ് ചെയ്ത് ചിക്കനൊക്കെ വെന്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ രൂപത്തിൽ ആവുന്നത് വരെ മിക്സാക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ ഒരു രീതിയിൽ ആയി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് എണ്ണ തെളിയുന്ന ആ ഒരു രീതിയിൽ ആയി വരുമ്പോൾ ഇതിലേക്ക് 2 ചെറിയ പീസ് ക്രീം ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ ഇതുപോലെ നന്നായിട്ട് ചീസെല്ലാം ഇട്ടിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കസ്തൂരി മേത്തിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കസ്തൂരി മേത്തിയും ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അതും കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പം മല്ലിച്ചപ്പും കസ്തൂരി മേത്തിയും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു ഫില്ലിങ് വേണ്ടത്. ഒരുപാടങ്ങ് ഡ്രൈ ആയി പോകണ്ട, കുറച്ച് വെറ്റായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആകുമ്പോൾ അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഞാനിതാ ഒരു ചെറിയ കഷ്ണം അലൂമിനിയം ഫോയിൽ ഇതുപോലെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒരു ചെറിയ കഷ്ണം ചാർക്കോൾ കത്തിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് അല്പം ഓയിലൊന്ന് ഇറ്റിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പുക വരും. അന്നേരം ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഈ ഒരു ചിക്കനിലേക്ക് നല്ലൊരു സ്മോക്കി ഫ്ലേവറും കൂടി വരും. അന്നേരം അടിപൊളി ടേസ്റ്റാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ മാവെല്ലാം പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. 1 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചെറുതായിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് ഉരുളകളാക്കി മാറ്റാം. ഒരുപാട് ചെറിയ ബോൾസ് അല്ല ആക്കി എടുക്കേണ്ടത്. നമ്മൾ ചപ്പാത്തിക്കെല്ലാം മാവ് ഉരുട്ടിയെടുക്കില്ല, അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ മാവ് എടുത്തിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾസാണ് ആക്കിയെടുക്കുന്നത്.
അപ്പോൾ ഒരുപോലത്തെ 5 ബോൾസാണ് കേട്ടോ ഞാൻ ആക്കിയെടുക്കുന്നത്. ഒരുപാട് ചെറുതല്ല, കുറച്ച് വലുതാക്കിയിട്ട് തന്നെ ആക്കിയെടുക്കുക. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് എല്ലാം വെക്കാനുള്ളതാണ്. അതുകൊണ്ട് ചെറുതായിട്ട് ആക്കിയെടുക്കുന്നതിനേക്കാളും നല്ലത് ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കലാണ്. അപ്പോൾ ഇതാ ഒരുപോലത്തെ 5 ബോൾസ് ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റോളം അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്നും കൂടെ പൊങ്ങി വരും. അപ്പോൾ ഇതാ അടച്ച് വെച്ചിട്ട് 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടൊന്നും കൂടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ കൗണ്ടർ ടോപ്പുമ്മൽ അല്പം മൈദ തൂക്കി കൊടുക്കുക. അതിനുശേഷം ഓരോന്നും വെച്ചിട്ട് ആദ്യം കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ചപ്പാത്തി കോല് വെച്ചിട്ട് ഒരുപാടൊന്നും പരത്തി കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം നമ്മൾ റെഡിയാക്കിയ ഫില്ലിങ്ങിൽ നിന്നും കുറച്ച് ഒരുപാട് കുറഞ്ഞു പോകണ്ട, കുറച്ച് കൂടുതൽ തന്നെ ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലതുപോലെ തന്നെ ചീസും വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇതുപോലെ എല്ലാ ഭാഗവും ഒരുപോലെ കൂട്ടി പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഒട്ടും ഫില്ലിങ് പുറത്ത് കാണാത്ത രീതിയിൽ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം 5 ബോൾസും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ഒന്ന് പരത്തി കൊടുക്കുക, ഫില്ലിങ് വെച്ച് കൊടുക്കുക, ചീസ് ഇട്ട് കൊടുക്കുക, കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടി പിടിച്ചിട്ട് ഉരുളകളാക്കി മാറ്റുക. അപ്പോൾ 5 ബോൾസും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്തതെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ചെയ്യുന്നതൊക്കെ കവർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ മുകൾ ഭാഗം ഡ്രൈ ആയി പോകും. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഫില്ലിംഗ് എല്ലാം വെച്ചിട്ട് ആക്കിയത് ആദ്യം എടുത്തിട്ട് പരത്തി കൊടുക്കുക. ബാക്കിയുള്ളത് കവർ ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്താൽ മതി. കൗണ്ടർ ടോപ്പുമ്മൽ അല്പം മൈദ തൂക്കി കൊടുക്കുക. എന്നിട്ട് അത്യാവശ്യം കുറച്ച് കനം കുറച്ചിട്ട് തന്നെ ഇതൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലൊന്ന് പരത്തിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബ്ലാക്ക് എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വൈറ്റ് എള്ളും കൂടെ ഇട്ടിട്ട് വീണ്ടും കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അന്നേരം എള്ളെല്ലാം അതിൽ നന്നായിട്ട് പിടിച്ചോളും. പിന്നെ എള്ളെല്ലാം ഒന്നും കൂടെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ചെറുതായിട്ട് ചപ്പാത്തി കോല് വെച്ചിട്ട് പരത്തിയതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ഈ ഒരു അപ്പം ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4-5-6 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. ഈ തീയിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ചുട്ടെടുത്താൽ മതി. തീ കൂട്ടി വെക്കണ്ട. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് മുകൾ ഭാഗമൊക്കെ കരിഞ്ഞു പോകും, പിന്നെ ഉള്ളു വെന്ത് കിട്ടില്ല. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അങ്ങനെ ചുട്ടെടുക്കുക. 4 പ്രാവശ്യം തിരിച്ച് മറിച്ച് വിടുമ്പോഴത്തേക്ക് ഇതുപോലെ നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങും. പിന്നെ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. ആ ഒരു സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അധികം ഓയിലൊന്നും അല്ലാതെ, ഓയിലിൽ മുക്കി പൊരിക്കൊന്നും ചെയ്യാതെ നല്ലൊരു സ്നാക്കാണ്. സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്കിത് കഴിക്കാം. കറിയൊന്നും വേണ്ട, ഡിന്നറായിട്ടാണ് കഴിക്കുന്നത്. പിസ്സയൊക്കെ കഴിക്കുന്നത് പോലെ കഴിക്കാം. പിന്നെ സൈഡൊക്കെ ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്, സൈഡും കൂടെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലും കുറച്ച് ബട്ടർ സ്പ്രെഡാക്കി കൊടുക്കുക. സൈഡെല്ലാം നല്ലതുപോലെ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പിടിച്ചിട്ട് നന്നായിട്ട് തന്നെ വേവിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് സെയിം രീതിയിൽ തന്നെ പരത്തിയിട്ട് ചുട്ടെടുക്കാം. ഇത് റെഡിയാകുന്ന സമയം കൊണ്ട് അടുത്തത് പരത്തി എടുത്താൽ മതി. അങ്ങനെ ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം പരത്തി ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കട്ട് ചെയ്തിട്ടും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു റെസിപ്പിയാണ്. പിസ്സ കഴിക്കുന്നത് പോലെ കുറച്ച് കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ചായക്കൊപ്പവും അല്ലാതെ ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.